ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ്. ഇത് എങ്ങനെയുണ്ട്, എന്താണ് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, ഗുണങ്ങളും ദോഷങ്ങളൊക്കെ എന്താണ്, എത്രത്തോളം വാല്യൂ ഫോർ മണി ആണോ, ഇതൊക്കെ ഇപ്പോഴും വാങ്ങിക്കാവോ, ഈ റെഡ്മിയുടെ സീരീസിന്റെ പഴയ വാല്യൂ ഇപ്പോഴും ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ലേറ്റ് ആണെന്ന് എനിക്കറിയാം, കുറച്ച് തിരക്കിലായിരുന്നു. യൂട്യൂബിൽ മാത്രമല്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എവിടെ നോക്കിയാലും യാതൊരു ആക്ടിവിറ്റീസും കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്തിരി പേഴ്സണലായിട്ട് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. പിന്നെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ മാറണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെയാണ് ഈ കാണുന്നത്. മറ്റേ ബാക്ക്ഗ്രൗണ്ട് പഴയ സെറ്റപ്പൊക്കെ മാറി. ഇത് ചില കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റണം, അതൊരു ആർട്ടിഫിഷ്യൽ പോലെയൊക്കെ തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള കമന്റുകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ സംസാര രീതി മാത്രമല്ല, മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ കാണുന്നത്. ഒരു 1-2 ആഴ്ചകളിൽ ഒക്കെ സെറ്റപ്പ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ക്വാളിറ്റി വൈസ് ഇന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ അതൊക്കെ നടക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് എങ്ങനെയുണ്ട്, വാങ്ങിച്ചാൽ മുതലാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാലും എന്തുകൊണ്ട് എന്നുള്ള കാര്യവും പറയാം. റെഡ്മിക്ക് എന്താണ് പറ്റിയത്, അതായത് നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണുകളായിരുന്നു ഈ നോട്ട് സീരീസ്. ഇന്നിപ്പോൾ ആ ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഈ വിവോ, ഓപ്പോയുടെ ഒക്കെ ഒരു കാറ്റഗറി പെടുത്തേണ്ട അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. കാര്യകാരണങ്ങൾ ഞാൻ പറയാം, എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യവും ഞാൻ പറയുന്നുണ്ട്. സോ ഈ ഒരു സീരീസിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. സോ അപ്പോൾ ഈ ഫോണിന്റെ അൺബോക്സിംഗ് ഇത്രയും വൈകിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ബോക്സ് ഇതാണ് കാണുന്നതാണ് 14 പ്രോ പ്ലസിന്റെ ബോക്സ്. അതിനകത്ത് ഫോൺ ഉണ്ടായിരുന്നു. അത് വീഗൻ ലെതർ ഫിനിഷ് ഒക്കെയുള്ള ഫോണാണ്. അതേപോലെ തന്നെ ചാർജർ 90 വാട്ടിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് കേബിൾ, ഒരു കേസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ബോക്സിലുള്ളത്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് ഫോൺ. നേരെ ഞാനിതിന്റെ നെഗറ്റീവ് പറയുന്നത് ശരിയല്ല. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഫോണല്ലേ. നമുക്കിതിന്റെ 1-2 നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട്, നല്ല വശങ്ങൾ പറഞ്ഞിട്ട്, ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പറയും. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, 90 വാട്ടിന്റെ ചാർജറും 6200 mAh ബാറ്ററിയും ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ലൈഫും ആ ഒരു ചാർജിങ് സെറ്റപ്പ് എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ല. ശരിക്കും ഇവിടെ 120 വാട്ടിന്റെ ചാർജറൊക്കെ ഐക്യുവിന്റെ ഫോണുകളിൽ കാണാം, പക്ഷെ 90 വാട്ട് ഓക്കെയാണ്. ഒപ്പം തന്നെ 6200 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഉള്ള ഫോൺ. നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഒരു ടെൻഷനും കൂടാതെ കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫോൺ. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്, നല്ല ഒന്നാം തരം ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. യാതൊരു വിഷയമില്ലാത്ത ഡിസ്പ്ലേ, എല്ലാ തരം സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല കെർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഈ കാണുന്നത് 6.67 ഇഞ്ച് വരുന്ന 1.5K 3D കെർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 100% DCI-P3 സപ്പോർട്ട് ഉണ്ട്. ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് 2560 Hz ആണ്. പീക്ക് ബ്രൈറ്റ്നസ് 3000 nits ആണ്. PWM ഡിമിംഗ് സപ്പോർട്ട് ഉണ്ട്. HDR10+, ഡോൾബി വിഷൻ, TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ, ഒപ്പം തന്നെ ഹൈഡ്രോ ടച്ച്, അതായത് നനഞ്ഞ കൈകൊണ്ട് ടച്ച് ചെയ്താലും വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള സെറ്റപ്പും ഉണ്ട്. സോ ഈ ഡിസ്പ്ലേയുടെ ഭാഗത്ത് യാതൊരു വിഷയമില്ല. ഞാൻ കൊണ്ടുപോയി പുറത്തൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് അടക്കം ഉപയോഗിച്ച് നോക്കി, ഒരു വിഷയമില്ലാത്ത നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ, ബാറ്ററി രണ്ടും ഈ ഫോണിന്റെ മെയിൻ ഘടകങ്ങളാണ്. ഇനിയുമുണ്ട് നല്ല വശങ്ങൾ, ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഈ ഫോണിന്റെ യഥാർത്ഥ പ്രശ്നം. ഈ ഫോണിന്റെ പ്രശ്നത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കാലത്ത് നമുക്കറിയാം, 2 വർഷം മുമ്പ്, 2-3 വർഷം മുമ്പൊക്കെ നോക്കിയാൽ റെഡ്മിയുടെ നോട്ട് സീരീസിൽ ഒരു ഫോൺ ഇറങ്ങാൻ വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി, ഒന്നും ചിന്തിക്കാനില്ല. റെഡ്മി ഫോണുകൾ ആൾക്കാർ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഓൺലൈനിലൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ സെയിൽ അവസാനിച്ച് സോൾഡ് ഔട്ട് കാണിക്കുക. കടയിൽ പോയാൽ തന്നെ 10000 ഫോണാണെങ്കിൽ ഒരു 500-1000 കൂടുതൽ കൊടുക്കണം ഒരു യൂണിറ്റ് കിട്ടണമെങ്കിൽ. അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടാൻ. സോ അപ്പോൾ അത്രയും ഡിമാൻഡുള്ള, അത്രയും ടോപ്പ് ലെവൽ ഓൾറൗണ്ടർ പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമൻസ് തന്ന ഒരു ബെസ്റ്റ് ഫോണുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയാം. ഇതിലുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറിന്റെ ആൻറ്റിറ്റി സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 7 ലക്ഷം റേഞ്ചിലാണ്. ഞാൻ പറയല്ല, ഞാനത് ചെക്ക് ചെയ്തു, ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് 7 lakh ആൻറ്റിറ്റി സ്കോറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ സ്കോർ. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പോൾ എന്താണ് ഇതിന്റെ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് 15000-16000 രൂപ റേഞ്ചിലെ ഫോണുകളിൽ കാണുന്ന ഒരു റേഞ്ച് ഓഫ് ആൻറ്റിറ്റി സ്കോറാണ്. അതായത് റിയൽമി P1, ഡയമൻസിറ്റി 7300 പ്രോസം, അതേപോലെ നാസോ 70 ടർബോ, അല്ലെങ്കിൽ ഇപ്പോൾ 20000 രൂപ റേഞ്ചിലേക്ക് വന്ന നത്തിങ് ഫോൺ 2A, അതിലും അടിപൊളി പെർഫോമൻസ് ആണ്. പോക്കോ നമ്മൾ നോക്കുന്നില്ല, അത് നോക്കിയാൽ രക്ഷയില്ല. സ്നാപ്ഡ്രാഗൺ 8S Gen 3 25,000 രൂപ കൊടുക്കുന്നുണ്ട് പോക്കോ F6 പോട്ടെ, അത് വിട്. എന്നാൽ പോലും ഈ റേഞ്ച് സംഭവങ്ങളൊക്കെ 15000-20000 രൂപ റേഞ്ചിൽ കാണുന്ന ഒരു സംഭവമാണ് ഇവർ 31000 രൂപയുടെ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പെർഫോമൻസ് ഇത്രയധികം കുറഞ്ഞതിന്റെ മറ്റൊരു ഘടകമാണ് LPDDR4X RAM UFS 2.0 സ്റ്റോറേജ്. ഈ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് 10000-12000 രൂപ റേഞ്ചിൽ വരെ കിട്ടുന്ന സംഗതിയാണ്. അത് കൊണ്ടുവന്നിട്ടാണ് ഈ 31000 രൂപ കൊടുത്തിരിക്കുന്നത്. സോ അതും ഇതിന്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് അടിക്കുന്ന ഒരു പ്രധാന ഘടകമായി. സോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് എല്ലാം ഇത്രയധികം കുറവ് കൊടുത്തത്, എന്താണ് സംഭവിച്ചത്, തീർച്ചയായിട്ടും ഞാൻ അവസാനം പറയാം, കാണാൻ മറക്കരുത്.
പക്ഷെ അങ്ങനെ പറയുമ്പോഴും സാധാരണ യൂസിനാണ് നിങ്ങൾ ഈ ഫോൺ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു വിഷയമില്ല കേട്ടോ. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്മൂത്ത് പെർഫോമൻസ് ആണ്, യാതൊരു ലാഗും ലാഗ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ പല സമയങ്ങളിൽ എനിക്ക് ലാഗ് തോന്നുന്നുണ്ട്. കുറച്ച് നേരം ക്യാമറ യൂസ് ചെയ്തിട്ട് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ലാഗ് കാണുന്നുണ്ട്. അങ്ങനെ അത് യുഐയുടേതായ പ്രശ്നങ്ങളാണ്. അതല്ലാതെ സാധാരണ യൂസിന് നിങ്ങൾക്ക് പ്രശ്നം വരില്ല, ഉപയോഗിക്കാം. അതിനുള്ള പവർ ഈ പ്രോസസ്സറിനുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് 10,000-20,000 റേഞ്ചിൽ കാണേണ്ട സാധനമാണ് ഒരു 30,000 തരുന്നത്. ഇനി ഈ റേഞ്ചിലെ കാര്യമാണെങ്കിൽ റിയൽമി GT60 അങ്ങനെ ഒരു ഫോൺ, അതിനകത്ത് 7+ Gen 3 പ്രോസറാണ്. എന്ന് വെച്ചാൽ 14 ലക്ഷത്തിന്റെ ആന്റിറ്റി സ്കോർ, ഇതിൽ 7 ലക്ഷം ആലോചിക്കണം. ഇരട്ടി പെർഫോമൻസ് ഉള്ള ഫോൺ ഈ പ്രൈസിന് കിട്ടും. പോക്കോ X6ന്റെ കാര്യം ഞാൻ പറയുന്നത് 8s Gen 3, അത് 14-15 ലക്ഷം ആന്റിറ്റി സ്കോർ 25,000 കൊടുക്കുന്നുണ്ട്. ഇത് 31,000 ആണ്. സോ എങ്ങനെ പോയാലും ഇതിന്റെ വിലക്ക് ഇവിടെ ഇതിന്റെ ഡബിൾ പെർഫോമൻസ് ഉള്ള ഫോണുകൾ ഒന്നല്ല ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എന്ന് പറയുന്ന ഘടകം ഇവർ ഭയങ്കരമായിട്ട് കുറച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും പെർഫോമൻസ് ഈ ഗെയിം കളിക്കാൻ ഫോൺ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് നന്നാവില്ല. പക്ഷേ ഇതിലെ ഗെയിമിംഗ് മോശമാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കളിക്കാം. സ്മൂത്ത് എക്സ്ട്രീമിൽ ഞാൻ കളിച്ചു, നമ്മളിവിടെ കാണാം. BGMI കളിക്കാൻ ഞാൻ കളിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് കളിക്കാം. കാരണം 10,000-20,000 റേഞ്ചിലെ ഫോണുകളിൽ ഗെയിം കളിക്കുന്ന പോലെ ഈ 31,000 ഫോണിൽ ഗെയിം കളിക്കും. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടി ഈ ഫോൺ നിങ്ങൾ നോക്കരുത് എന്ന് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഈ പറഞ്ഞ രീതിയിൽ എല്ലാ പെർഫോമൻസ് കുറവുകളുണ്ട്, നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ചിട്ട് അവർ വേറൊരു കാര്യം ചെയ്തിരിക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ പരസ്യ ആപ്ലിക്കേഷനുകൾ. സോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും അതിലേക്ക് വരാം. അതിനുമുമ്പ് ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, ക്യാമറ. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ സാമ്പിൾസ്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലാണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്, 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സലാണ്. എന്തായാലും സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ 31,000 രൂപയുടെ റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഡീസൻ്റ് ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഡീസൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളാണ് കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും നൈറ്റ് ഫോട്ടോസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ശരാശരി നിലവാരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. മെയിൻ ക്യാമറയിൽ 4K സപ്പോർട്ട് വരുന്നുണ്ട്, അതും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ വീഡിയോയ്ക്ക് വിഷയമില്ല, മെയിൻ ക്യാമറ 4Kയിലൊക്കെ ഷൂട്ട് ചെയ്യാം. സെൽഫി ക്യാമറയിൽ പെർഫോമൻസ് ഇത്രയും കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയിൽ 4K ഒന്നും കൊടുത്തിട്ടില്ല, ഫുൾ HD ഉള്ളൂ. അപ്പോൾ അവിടെയും അതൊരു പോരായ്മയാണ്. നമ്മൾ ഒരിടത്ത് എന്തെങ്കിലും കുറയ്ക്കുമ്പോൾ മറ്റൊരിടത്ത് കൂട്ടി കാണിക്കണ്ടേ, അതില്ല. ഫുൾ HD ആണ്, പക്ഷെ അത് ഈ കാണുന്ന തരത്തിൽ നല്ല ക്വാളിറ്റിയാണ്. സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും എടുത്ത എല്ലാ സംഭവവും ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ക്യാമറ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വൺ ഓഫ് ദി ടോപ്പ് അല്ല, പക്ഷെ എന്നാലും നന്നായിരിക്കുന്നു, വലിയ അപാകത പറയാനില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമറ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ AI ഫീച്ചറുകൾ, AI ഇറേസർ, അങ്ങനെയുള്ള കുറേ AI ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. AI ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, AI സബ്ടൈറ്റിൽ വരുന്നുണ്ട്, പിന്നെ AI ഇന്റർപ്രറ്റർ വരുന്നുണ്ട്. അങ്ങനെ കുറേ AI ഫീച്ചേഴ്സും ഉണ്ട്. വളരെ വ്യത്യസ്തമായ യൂണിക്കായ എന്തെങ്കിലും AI ഫീച്ചേഴ്സ് ഒന്നും തോന്നിയില്ല. സാധാരണഗതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതാ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റു ഘടകങ്ങൾ ഇതിന്റെ ഡിസൈനിന്റെ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റി, ബാക്കിൽ വേഗൻ ലെതർ ആണ്, ഫ്രണ്ടിലൊക്കെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 തന്നെ കൊടുത്തിട്ടുണ്ട്. IP68 വാട്ടർ റേറ്റിംഗ്, 210 ഗ്രാമിന്റെ വെയിറ്റ് ഉണ്ട് കേട്ടോ. 6200 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് വിചാരിക്കേണ്ട. 210 ഗ്രാം, അത് ഓവർ വെയിറ്റ് ഒന്നും അല്ല, എന്നാലും ഡീസെന്റ് ആയിട്ട് കയ്യിൽ അങ്ങനെ വലിയ ഹെവി വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കംഫർട്ടബിൾ ആയ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ HyperOS ആണ്, Android 14 ബേസ്ഡ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ പുതിയ ഫോണുകളൊക്കെ Android 15 വന്നു തുടങ്ങി, ഇവരിപ്പോഴും 14ലാണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കൊടുക്കാമെന്ന് പറയുമ്പോഴും അതിനകത്ത് 14 ആണ്. സോ 15, 16, 17 അത്രേ കിട്ടുള്ളൂ എന്നുള്ളത് ഓർക്കുക. എങ്കിലും കുഴപ്പമില്ലല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ Wi-Fi 6 ആണ്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഡുവൽ നാനോ സിമ്മിന്റെ സപ്പോർട്ടാണ് വരുന്നത്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, മുകളിലും സ്പീക്കർ ഗില്ല് കാണാം, IR ബ്ലാസ്റ്റർ കാണാം, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്, ഡോൾബി അറ്റ്മോസ് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വിഷ്വൽ ക്വാളിറ്റിയോടൊപ്പം നല്ല സൗണ്ടും കിട്ടുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്, അതിലും പെർഫോമൻസിൽ പ്രശ്നമില്ല. NFC സപ്പോർട്ട് ഉണ്ട്. പിന്നെ പെർഫോമൻസിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സോ പെർഫോമൻസിൽ അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഒന്നും വന്നില്ല. അതിന് മാത്രം ഞാൻ ഗെയിമൊന്നും കളിച്ച് നോക്കിയില്ല, കാരണം ഈ റേഞ്ചിൽ ഈ ഫോൺ ഗെയിമിങ്ങിനൊന്നും പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് നമ്മൾ അത് കളിച്ച് നോക്കിയില്ല. പക്ഷേ ഇതിന് കളിച്ച് നോക്കിയിടത്തോളം കൊണ്ട് ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. സോ മൊത്തത്തിൽ എല്ലാ ഘടകങ്ങളും ഉണ്ട്. മെയിനായിട്ടും ഈ പെർഫോമൻസിലാണ് ഇവർ മാറ്റി കളിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ മാത്രമല്ല, ഇതിന്റെ കുറഞ്ഞ വേരിയന്റുകളിലും ഇതേ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിന്റെ പ്രോ എടുത്ത് നോക്കിയാൽ ഇതിൽ 25,000 രൂപയ്ക്ക് ഡയമൻസിറ്റി 7300 ആണ്. ഈ പ്രോസറാണ് ഞാൻ പറഞ്ഞത്. 15,000 രൂപയ്ക്ക് റിയൽമി നാർസോ 70 ടർബോ അല്ലെങ്കിൽ റിയൽമി P1 അല്ലെങ്കിൽ നത്തിങ്ങിന്റെ CMF, ആ ഫോണിലൊക്കെ 15,000 രൂപ റേഞ്ചിൽ കാണുന്ന സാധനമാണ് 25,000 വെച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ചിലർ എൻ്റെ അടുത്ത് റെഡ്മിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം റെഡ്മി ഹേറ്റർ ആണെന്ന് പറയാറുണ്ട്. 15,000 രൂപയുടെ സാധനം 25,000 രൂപയ്ക്ക് അവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഹേറ്റ് ആവുന്നത്? ഇത് റിയാലിറ്റി അല്ലേ? നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് റെഡ്മി ഫോണുകൾ, ഞാൻ ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അത്രയും വാല്യൂ ഫോർ മണി സാധനമാണ് അവർ തന്നിരുന്നത്. ഇന്ന് അതിന്റെ പകുതി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളത് പറയുന്നതാണ്, അല്ലാണ്ട് ഇതിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പിണക്കവും ഇല്ല. വിവോ, ഓപ്പോ ഒക്കെ ആണെങ്കിൽ നമ്മളിത് മൈൻഡ് ചെയ്യില്ല, കാരണം ഓഫ്ലൈൻ ഷോപ്പുകളിൽ കൊടുക്കുന്ന ഫോണുകളാണ്.
അപ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷൻ, ഷോപ്പുകളുടെ ചിലവ്, ഷോപ്പുകളുടെ ലാഭം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വില കൂടുന്നതാണെന്ന് അവർ പറയുന്നത്. ശരിയായിരിക്കും. ഓൺലൈനിൽ ഒരു ഗോഡൗണിലിട്ട് 60 രൂപയ്ക്ക് കൊറിയർ ചെയ്യുന്ന പോലെ അല്ലല്ലോ എക്സ്പെൻസ് വരും, അതുകൊണ്ട് അത് വരില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവർ ഓൺലൈൻ ഫോണുകളാണല്ലോ, അങ്ങനെ വരുമ്പോൾ ഇത് ഭയങ്കര വ്യത്യാസമല്ലേ? ഈ ചിന്ത അവിടെ നിൽക്കട്ടെ കേട്ടോ, ഇത് ഞാൻ അവസാനം പറയാം. എന്തായാലും ഈ പ്രോ വേരിയന്റിൽ നമുക്ക് ഈ കാണുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോസസ്സറാണ്. അതൊഴിച്ച് നിർത്തിയാൽ ബാക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ, ഡിസൈൻ, ക്യാമറ, ബാറ്ററി ഒക്കെ ഡീസൻ്റ് ആയിട്ടുണ്ട്. ഇനി റെഡ്മി 14 നോട്ട് 14 എന്ന് പറയുന്ന ഫോൺ 18,990 അതിൽ വന്നിട്ട് ഡൈമെൻസിറ്റി 7025 എന്ന പ്രോസസ്സറാണ്. അതും പോരാ, കാരണം അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് 7300, അത് 15,000 കിട്ടുന്നുണ്ടല്ലോ. സോ അപ്പോൾ ഇവിടെയൊക്കെ പെർഫോമൻസ് ഇവർ കുറച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ഡീസൻറ്റിൽ കൊടുത്തിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ എല്ലാ ഘടകങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ, എല്ലാത്തിലും ഒരു പെർഫോമൻസ് കുറച്ചിരിക്കുകയാണ്, ഒക്കെ വില കൂട്ടിയാണ് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വില കൂടിയത് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ. പെർഫോമൻസിന് ഗെയിമിംഗ് നോക്കാത്ത ആ ഒരു സംഗതി, ഗെയിമിംഗ് എന്ന സംഭവം മനസ്സിലില്ലെങ്കിൽ ബാക്കി എല്ലാം നന്നായിട്ടുണ്ട്, തീർച്ചയായിട്ടും എടുക്കാം. പർച്ചേസ് ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്തോളൂ. നമുക്ക് ഈ ഫോണിൻ്റെ ഒരു വിരോധമുണ്ടായിട്ട് പറയുന്നതല്ല, വ്യത്യാസം കണ്ടതുകൊണ്ടാണ്. ഇനി എന്തുകൊണ്ട് ഈ പെർഫോമൻസ് ഇവർ ഇത്രയും കുറച്ചു, എന്താണ് ഇവർക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഇവരുടെ ഫോണുകൾ പണ്ട് ഞാൻ പറഞ്ഞ ഈ വാല്യൂ ഫോർ മണി ആയിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വാങ്ങിക്കാറ് ഓർമ്മയുണ്ടാവും. ഓൺലൈനിൽ സെയിൽ നടക്കുമ്പോൾ നമ്മൾ 12 മണിക്കൊക്കെ, ആ ഒരു മിക്കവാറും ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞാൻ വാങ്ങിക്കാൻ ശ്രമിക്കാറ്, കിട്ടാറില്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് സോൾഡ് ഔട്ട്. ഈ സംഭവം സെയിൽ തുടങ്ങി സോൾഡ് ഔട്ട്, അത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ടോപ്പ് സംഭവങ്ങളായിരുന്നു ഓൺലൈൻ ഫോണുകളായിരുന്നു. ഈ സംഭവം അന്ന് പലരും അത് ആ ടൈമിൽ വാങ്ങിച്ചിട്ട് OLX-ലിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഞാനും ഗതികേട് കൊണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുമുണ്ട്, കൂടിയ വിലയ്ക്ക്, കടകളിൽ നിന്നും കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത്രയും ഹൈപ്പ് ഉണ്ടായിരുന്ന സാധനം ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്ന് ഈ റെഡ്മി നോട്ട് 14 സീരീസ് ഇറങ്ങുമ്പോൾ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈൻ ഷോപ്പുകളിലും ഇറങ്ങുന്നുണ്ട്. മനസ്സിലായല്ലോ? ഈ സംഭവമാണ് ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസം. അന്ന് ഓൺലൈനിൽ മാത്രമായിരുന്ന റെഡ്മി നോട്ട് സീരീസ് ഇന്ന് ഓഫ്ലൈനിലുണ്ട്. അതായത് വിവോ, ഓപ്പോ ഫോണുകൾ എപ്രകാരമാണോ സെയിൽ നടത്തുന്നത് അതേ രീതിയിൽ ഇവരും സെയിൽ നടത്തുന്നുണ്ട്. ഓഫ്ലൈൻ വരുമ്പോൾ വിവോയും ഓപ്പോയും പറഞ്ഞിരുന്ന അതേ ന്യായം, അതിൻ്റെ എക്സ്പെൻസുകളും കാര്യങ്ങളും, ഷോപ്പുകാരുടെ ലാഭം, അവരുടെ ചെലവുകൾ എല്ലാം അതും കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടുകയാണ്. ഈ സംഭവമാണ് റെഡ്മിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതാ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത്, അവസാനം പറയാമെന്ന് പറഞ്ഞ കാര്യം ഇതാ, ഫോണുകൾ ഓഫ്ലൈൻ ഫോണുകളായി കൂടി മാറിയിരിക്കുകയാണ് റെഡ്മി ഫോണുകൾ. സോ ഇനി മുതൽ നിങ്ങൾ റെഡ്മി നോട്ട് 14 സീരീസ് എടുക്കാൻ വേണ്ടി ഓൺലൈനിൽ 12 മണിക്ക് സെയിൽ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട, അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അവിടെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപോലെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വിവോ, ഓപ്പോ ഫോണുകളെ ഓഫ്ലൈനിലുള്ളൂ, കടയിൽ പോയിട്ട് നമുക്ക് അതേ കിട്ടൂ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. റെഡ്മി ഫോണുകളും ഇനി കടകളിൽ കിട്ടുന്നുണ്ട്. ഞാൻ വിളിച്ച് ചോദിച്ചു, ഇത് സത്യമാണെന്ന് കൺഫേം ചെയ്യാൻ വിളിച്ച് ചോദിച്ചു, കടകളിലുണ്ട്. സോ വിവോ, ഓപ്പോ ഈ ഓഫ്ലൈനിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വലിയ തലവേദനയാണ്. വിവോ, ഓപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് വാങ്ങിച്ചുകൊണ്ട് പോരണം. ആ അവസ്ഥയായിരുന്നു ഇതുവരെ. ഇനി അതില്ല. ഇനി മുതൽ റെഡ്മിയും ഉണ്ട് ഓഫ്ലൈൻ ഷോപ്പുകളിൽ, നല്ല റെഡ്മി ഫോണുകളുണ്ട്. ഇത് ഈ പെർഫോമൻസ് ഒഴിച്ചാൽ ബാക്കി എല്ലാം നല്ലതാണ്. സോ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നവർ ഇനി വിവോ, ഓപ്പോ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ റെഡ്മി കൂടി ഡിപ്പെൻഡ് ചെയ്തോളൂ. ഇനി ഒരു സംഭവം കൂടിയുണ്ട്, ഇതിന്റെ കൂട്ടത്തിലേക്ക് നമ്മുടെ കിങ്, ഇപ്പോഴത്തെ വാല്യൂ ഫോർ മണി കിങ് ഐക്യുവാണ്, അവരും ഓഫ്ലൈനിലേക്ക് വരുന്നുണ്ട്. അവർ പക്ഷേ ഇങ്ങനെ പെർഫോമൻസ് കുറച്ചുകൊണ്ടല്ല വരുന്നത്, പെർഫോമൻസ് അടക്കം ടോപ്പ് ആക്കിക്കൊണ്ടാണ് അവർ ഓഫ്ലൈൻ ഷോപ്പിലേക്ക് വരാൻ പോകുന്നത്. സോ ഓഫ്ലൈനിൽ വിവോ, ഓപ്പോ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ദുരന്തം എന്ന രീതിയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഹാപ്പി ന്യൂസ് ആണ്. ഇവരും ഐക്യു എല്ലാം ഓഫ്ലൈൻ ഷോപ്പിലേക്ക് വരികയാണ്. അതൊക്കെ ഗംഭീരമാവുകയും ചെയ്യും. എനിക്ക് ശരിക്കും ഓഫ്ലൈൻ ഷോപ്പിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. ഞാൻ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പല പ്രൊഡക്റ്റുകളും കമ്പ്യൂട്ടർ അടക്കമുള്ള സകല സാധനങ്ങളും ഞാൻ ഷോപ്പുകളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് നേരിട്ട് പോയി അത് നോക്കി ചെക്ക് ചെയ്തൊക്കെ എടുക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ എടുക്കാറ് ഏറ്റവും കൂടുതൽ. സോ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയാണ്. എന്നാൽ ഓൺലൈനിൽ നിന്ന് വാല്യൂ ഫോർ മണി കരുതി ഇത് എടുത്തുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിരാശയാണ്. എന്നാലും ഈ ഫോൺ മൊത്തത്തിൽ നന്നായിരിക്കുന്നു. ഇപ്പം ഇതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയ ഇതിന് വന്നിരിക്കുന്ന മാറ്റം ഇതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ശരിയായിട്ട് തോന്നിയോ? നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.